ഹായ്, മെറി ക്രിസ്മസ്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയി, എല്ലാവരും അതിൻ്റെ ഒരു തിരക്കിലായിരിക്കും. അപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും വൈൻ ഇടുന്നതാണ്. ഈ വർഷം വൈൻ ഇടാൻ മറന്നുപോയി. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്നുള്ള ഒരു വൈൻ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ മുന്തിരിങ്ങ വെച്ചിട്ടാണ് വൈൻ ഉണ്ടാക്കുന്നത്. 3 ദിവസത്തെ മുന്തിരി വൈൻ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ ദാണ്ടെ ഇതാണ്. മുന്തിരിങ്ങ ഓരോന്നും എടുത്ത് നല്ലത് മാത്രം എടുക്കാവുള്ളൂ. പച്ചയും അഴുക്കും ഒക്കെ കളയണം. അത് ഉപ്പിട്ട വെള്ളത്തിലോട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. ഒരു 2-3 പ്രാവശ്യമെങ്കിലും വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ക്ലീനിങ്ങിലോട്ട് പോവാം. അപ്പോൾ ഞങ്ങളെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സപ്പോർട്ടും കൂടെ ചെയ്യണേ. നല്ലത് മാത്രമേ ഇടാവുള്ളൂ കേട്ടോ. കിളി ഇത് നന്നായിട്ട് നമ്മൾ വാഷ് ചെയ്തെടുക്കണം. ഞെടുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കളയണം നല്ല വൃത്തിയായിട്ട്. കണ്ടോ, കഴുകുമ്പോൾ തന്നെ മുകളിലോട്ടെല്ലാം പൊങ്ങി വരും. ഉപ്പുവെള്ളത്തിൽ കഴുകാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അങ്ങനെ നമുക്കൊരു 3 പ്രാവശ്യം നന്നായിട്ട് ഇത് വാഷ് ചെയ്ത് മാറ്റാം. അപ്പം നമ്മൾ വേണ്ട മുന്തിരിക്ക നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട്. ഞാനിതൊരു 3 പ്രാവശ്യം നമ്മൾ ഉപ്പിട്ട വെള്ളത്തിൽ വാഷ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ കൂടെ നന്നായിട്ട് ഞാൻ വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒട്ടും അഴുക്കൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഇതിൻ്റെ അകത്തിട്ട് ഞെരടിയെടുക്കാം. ഇപ്പോൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം. ഇത് വെള്ളം മുഴുവനും മാർന്ന് പോകണമെന്നൊന്നുമില്ല. ഇനി നമ്മളിത് ഓരോന്നും പൊട്ടിച്ച് നല്ല കൂടെ നന്നായിട്ട് പൊട്ടിച്ച് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ അകത്ത് വെച്ച് തന്നെ ഇങ്ങനെ. എല്ലാം പൊട്ടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യം 3 ദിവസം കൊണ്ട് ഉണ്ടാക്കുന്ന ആയതുകൊണ്ട് നമുക്കിതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ഇതിന്റെ വീഡിയോ ഒക്കെ ഇറങ്ങണമെങ്കിൽ ഇത് പൊട്ടിക്കലല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ യുദ്ധമാണ്. യുദ്ധം. ഞങ്ങൾക്കിത് പൊട്ടിക്കുമ്പോ പോപ്പിച്ചിന് പൊട്ടിക്കുന്ന പോലെയാണ്. ആൽഫി യുദ്ധമാണോ നടക്കുന്നത്? കയ്യെ വാശി കിടക്കുന്നതുകൊണ്ട് ഈ കൈ അക്രമത്തിന് എടുക്കാൻ ഒക്കുന്നില്ല. നല്ല രസമായിട്ട് അമ്മ. അപ്പൊ നമ്മൾ ഇതുപോലത്തെ അത് കുഴപ്പമില്ല. തൊലിയെല്ലാം അതിനകത്ത് കിടന്നോട്ടെ. എല്ലാം നന്നായിട്ട് ഞെരടി ഇതിന്റെ നീരും ഒക്കെ അങ്ങ് ഇറങ്ങണം. എല്ലാം ഞെരടി. യെസ്. അപ്പൊ കുരു എല്ലാം അതിനകത്ത് വേണം. എനിക്ക് ഇപ്പൊ തന്നെ മണം വന്നിട്ട് കുടിക്കാൻ തോന്നുന്നു. വേണ്ട, കഴിഞ്ഞു. ഇനിയിപ്പം 2 കൈ ഇറക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും. എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുവാണ്. നമ്മൾ ഈ വൈൻ എപ്പോഴും ഉണ്ടാക്കേണ്ടത് ഇതുപോലുള്ള ചില്ല് ഭരണിയിലായിരിക്കണം. പിന്നെ ഈ വൈൻ ഉണ്ടാക്കുന്ന പാത്രം, സ്പൂണ്, അത് പിന്നെ നമ്മൾ വേറെ ഒന്നിനും യൂസ് ചെയ്യില്ല. ഇതിനു വേണ്ടി മാത്രമായിട്ട് വെച്ചേക്കണം. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ വൈൻ ഉണ്ടാക്കി കഴിഞ്ഞ് അത് ഊറ്റിക്കഴിഞ്ഞ് നന്നായിട്ട് ഭരണി കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി വെച്ചേക്കണേ. അപ്പോൾ ഒട്ടും വെള്ളമയമില്ലാത്ത നല്ലപോലെ വെയിലത്ത് വെച്ച് ഉണക്കി വെച്ചിരുന്ന ഞങ്ങളുടെ വൈൻ ഭരണിയാണിത്. അപ്പോൾ നമുക്കിനി ഇപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തോട്ട് ഇതിട്ട് നമ്മളിനി മൂടി കെട്ടി വെക്കാൻ പോവാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണാം. നമ്മൾ ഉടച്ച് വെച്ചേക്കുന്ന മുന്തിരിങ്ങ, ഇത് 1 കിലോ മുന്തിരിങ്ങയാണ് ഉള്ളത്. നല്ലപോലെ ഉടച്ചു. വേണ്ട, അതിൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങി വന്ന് തൊലിയെല്ലാം വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് പതുക്കെ ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ഭരണിയുടെ ഒരു 1/4 ഭാഗത്തോളേ വന്നിട്ടുള്ളൂ. ഇത് ഫുള്ള് നമുക്ക് നിറയ്ക്കാൻ പറ്റത്തില്ല. കാര്യം ഇത് ഫെർമെന്റ് ചെയ്ത് വരുമല്ലോ. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് എന്തൊക്കെ ഇടേണ്ടത് നോക്കാം. ഒരു 3 ഏലക്ക, വേണ്ട 3 ഏലക്ക, ഒരു 6 ഗ്രാമ്പു, ഒരു ചെറിയ 3 കഷ്ണം കറുവാപ്പട്ട. ഈ മസാലയുടെ ടേസ്റ്റ് അധികം ഇല്ലാത്തതാണ് എപ്പോഴും മുന്തിരി വൈന് നല്ലത്. പക്ഷെ ഗ്രാമ്പൂവിൻ്റെ രുചി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പം ഞാനിതിനി ഇതെല്ലാം ഇതിൻ്റെ അകത്ത് ഇടാൻ പോവാണേ.
അതിട്ടു. ഇനി അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈസ്റ്റ് ആണ്. ഇത് നമ്മുടെ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ്. ഒരു 2-3 ടീസ്പൂൺ മതി. ഇതാണ് ഇതിനെ ഫെർമെന്റ് ചെയ്യിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള ഐറ്റം. അപ്പോൾ കുറച്ച് ഈസ്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇടാം. ഇനി ഗോതമ്പാണ് ശരിക്കും ഇടേണ്ട. ഇനി ഗോതമ്പ് ഇല്ലെങ്കിൽ നമുക്ക് പച്ചരിയോ കുത്തിരിയോ ഒക്കെ ചേർക്കാം. അപ്പോൾ ഇത് ഞാനിത് കഴുകി ഉണക്കി വെച്ചിരുന്ന കുറച്ച് പച്ചരിയാണ്. ഒരു 3 ടേബിൾ സ്പൂണോളം ഉണ്ട്. അത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇടാം. ഇതാണ് ഇതിനെ ഫെർമെന്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ പഞ്ചസാര. അപ്പോൾ 1 കിലോ മുന്തിരിങ്ങയ്ക്ക് 1 കിലോ പഞ്ചസാരയാണ് നമ്മൾ സാധാരണ ചേർക്കുന്നത്. 3/4 ഇട്ടാലും മതി. പക്ഷെ 3/4 ഇട്ടാലും മധുരം വളരെ മൈൽഡായിട്ടുള്ള മധുരേ കാണത്തുള്ളൂ. മാത്രമല്ല ഇരുന്ന് വീര്യം കൂടും തോറും അതിൻ്റെ മധുരം ഒന്ന് കുറയാൻ സാധ്യതയുണ്ട്. അപ്പം ഞാനിവിടെ 1 കിലോ തന്നെ എടുത്തേക്കുക. അപ്പം അതും കൂടി ഇതിൻ്റെ അകത്തോട്ട് ഇടാം. ഇനി ഇത് നല്ല കട്ടിയായിരിക്കുമേ. നല്ല പോലെ നമ്മൾ ഇനി ഇത് ഇളക്കി യോജിപ്പിക്കണം. ഈ പഞ്ചസാര അലിയണം, അതുവരെ നമ്മളിത് ഇളക്കണം. ഞാൻ ഇളക്കുന്നില്ല, അല്ലേ കട്ടിയായിരിക്കും. പഞ്ചസാര അലിഞ്ഞ് നമ്മൾ ഇട്ടേക്കുന്ന സാധനങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് നന്നായിട്ട് മിക്സ് ആകണം. ഇപ്പോൾ 1 കിലോ മുന്തിരിങ്ങയ്ക്ക് 1 കിലോ പഞ്ചസാരയാണ് നമ്മൾ ചേർത്തേക്കുന്നത്. അപ്പം പുളി അനുസരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അളവ് ഇച്ചിരി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞങ്ങൾ മേടിച്ച മുന്തിരിങ്ങയ്ക്ക് ഒരു ഇച്ചിരി പുളി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത്ര ഇട്ടത്. ഇനിയിപ്പോൾ ഇത് ഒരു 3 ദിവസം കഴിഞ്ഞ് ഊറ്റാൻ നേരം നമുക്ക് മധുരം നോക്കാം. അപ്പം മധുരം കുറവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ശകലം പഞ്ചസാര കരിച്ച് ചേർക്കാം. അപ്പോൾ ഒരു ചെറിയ കളർ കിട്ടുകയും ചെയ്യും, മധുരവും കിട്ടും. അപ്പം വേണ്ടേ, ഇപ്പം നമ്മുടെ പഞ്ചസാരയെല്ലാം അലിഞ്ഞു നന്നായിട്ട് ഇതുമായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് വെള്ളം ഒഴിക്കണം. ഇത് തിളപ്പിച്ചാറ്റിയ വെള്ളമാണ്, തിളച്ചിട്ട് നല്ലപോലെ ആറിയ വെള്ളമാണിത്. അപ്പം ഇതിൻ്റെ കണക്കും ഒന്ന് തന്നെയാണ്. 1 കിലോ മുന്തിരിങ്ങയ്ക്ക് 1 ലിറ്റർ വെള്ളം എന്നുള്ള കണക്കാണ്. പിന്നെ ഭരണിയുടെ വലുപ്പം അനുസരിച്ച് 750 ml ഒക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാര്യം ഇതിൻ്റെ അകത്തു നിന്നുള്ള ജ്യൂസ് ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പം ഇതിപ്പം 1 ലിറ്റർ വെള്ളമുണ്ട്, ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്കുവാണേ. നമ്മുടെ ഇളക്കി എല്ലാം കഴിഞ്ഞ് എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് അടച്ചു വെക്കുക എന്നുള്ളതാണ് അടുത്ത ജോലി. അപ്പോൾ ഒരു നല്ല കോട്ടൺ തുണിയോ എല്ലാം വെച്ച് നല്ല പോലെ ടൈറ്റായിട്ട് കെട്ടി വെക്കണം. അത് നമ്മൾ പിന്നെ അടപ്പൊന്നും വെക്കേണ്ട കാര്യമില്ല. കാര്യം അടപ്പ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് എയർ എസ്കേപ്പ് ആവത്തില്ല. ഇത് ഫെർമെൻ്റ് ആകുമ്പം എത്രയാണെങ്കിലും കുറച്ച് ഗ്യാസും എയറും ഒക്കെ പോകുമല്ലോ. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് നമ്മളിത് വെറുതെ തുണി വെച്ച് അടയ്ക്കുന്നതേ ഉള്ളൂ. ഈ മൂടി വെച്ചത് എന്നും ഒരേ സമയത്ത് ഒരേ ഡയറക്ഷനിലേക്ക് ഒരു 2-3 മിനിറ്റ് നല്ലപോലെ ഇളക്കണേ. നല്ലപോലെ ഇളക്കി എല്ലാം നല്ലപോലെ യോജിച്ച് അടിയിലും മുകളിലും ഉള്ളതെല്ലാം കിടക്കുന്നത് നല്ലപോലെ മിക്സ് ആയതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ 3 ദിവസം നമുക്കിങ്ങനെ ഇളക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ 3 ദിവസത്തിൻ്റെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ വൈൻ നമ്മൾ ഊറ്റാറായിട്ടുണ്ട്. ഇത് 3ാമത്തെ ദിവസം കഴിഞ്ഞ് 4ാമത്തെ ദിവസമാണ് ഞാനിത് ഊറ്റുന്നത്. 3ാമത്തെ ദിവസം നല്ല മഴയൊക്കെ ആയിരുന്നു. വെളിയിൽ നിന്ന് എടുക്കാമല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഒരു ദിവസം വെയിറ്റ് ചെയ്തത്. അപ്പം നമുക്കിത് ഊറ്റാം. നല്ലപോലെ ഇളക്കിയിട്ട് ഊറ്റണം. നല്ലപോലെ ഉണങ്ങി ഒരു സ്റ്റീൽ പാത്രത്തിലോട്ട് ഒരു തുണി തള്ളി ഇങ്ങനെ കിട്ടണം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. കുറേശ്ശെ ഇങ്ങനെ ഇളക്കി നമുക്ക് ഇത് ഊറ്റിയെടുക്കാം. ഇത് ഇളക്കുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് അല്ലേ ട്രീസ മോളെ? ശരിക്കും നല്ല അടിപൊളി വൈനിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. ഒരുപാട് പുളിച്ചു പൊങ്ങിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത് പിള്ളേർക്കൊക്കെ കൊടുക്കാൻ നല്ല സേഫാണ്. ആൽക്കഹോളിൻ്റെ കണ്ടന്റ് ഒന്നും ഇല്ലാതെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. 3 ദിവസമല്ലേ ഉള്ളൂ, അതുകൊണ്ട് വലിയ വീര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്കിത് വേണമെങ്കിൽ 7 ദിവസമോ 14 ദിവസമോ ഒക്കെ വെച്ചിട്ട് നമുക്കിത് എടുക്കാൻ പറ്റും. പക്ഷേ
പിള്ളേർക്കൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ 3 ദിവസം തന്നെ ധാരാളമാണ്. അപ്പം ഇത് ഓരോ ബാച്ചസ് ആയിട്ട് വേണം കേട്ടോ നമ്മൾ ഒഴിച്ച് ഇളക്കി എടുക്കാൻ. എല്ലാം കൂടെ അല്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ല. കുറച്ച് വീര്യം കൂടുതൽ കിട്ടാനായിട്ട് 7 തൊട്ട് 14 ദിവസം വരെ ഇത് നമുക്ക് ഇതുപോലെ തന്നെ ഭരണിയിൽ അടച്ചു വെക്കാം. ഊറ്റിയതിന് ശേഷം ഒരു 7 ദിവസം 14 ദിവസമൊക്കെ വെച്ചാലും നന്നായിരിക്കും. ഞാൻ തന്നെ പിശുടെല്ലാം ഇനി പിഴിഞ്ഞെടുക്കാൻ പോവാണ്. ഇപ്പം ഇങ്ങനെ വെച്ച് തോർത്തെല്ലാം കൂടെ കൂട്ടി നമ്മൾ തന്നെ ഏതെങ്കിലും ഒരു ഒറ്റ ഡയറക്ഷനോട്ട് ഇങ്ങനെ പിഴിഞ്ഞ് കൊടുക്കണം. കണ്ടോ, വളരെ സ്ലോ ആയിട്ട് എടുക്കണം, പ്രദേശം മുഴുവനും തെറിക്കും അല്ലെങ്കിൽ. ഇതിപ്പോൾ ഞാൻ ഊറ്റിയെടുത്ത പാടെയാണ് കുടിക്കാനായിട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് അനക്കാതെ ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ തെളിഞ്ഞു വരുവേ. ഞങ്ങളുടെ ഒഫീഷ്യൽ ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. ടേസ്റ്റ് കൊള്ളാവോ? അപ്പൊ എങ്ങനെയാ എല്ലാവരും ക്രിസ്മസിന് ഒരു കുഞ്ഞു വൈൻ ഉണ്ടാക്കി നോക്കുമല്ലേ? നമ്മുടെ പിള്ളേരൊക്കെ വൈൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അപ്പൊ നമ്മൾ ഇതിനകത്ത് ആൽക്കഹോൾ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കാം. പിന്നെ ഇത് ആവശ്യമുള്ളവർക്ക് ഇതിനകത്ത് കുറച്ച് റമ്മൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കുളിക്കാതിരിക്കും. മധുരം കുറവാണെങ്കിൽ പഞ്ചസാര കരിച്ച് ചേർക്കാം. അങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾക്കിത് പക്കയാണ്. ചെറിയൊരു മധുരം ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ഈ വൈൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബൈ. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത ബെല്ലൈക്കൻ അമർത്തണം. ടാറ്റാ.